SKSFിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ വാഹനത്തിൽ എയർപോർട്ടിൽ വന്നിറങ്ങി. അതിന് ശേഷം നമ്മുടെ SKSF സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി OP അഷ്റഫ് തന്നെ വാഹനത്തിൻ്റെ മുൻസീറ്റിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ 8:30 കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം അവർ ഹജ്ജ് ഹൗസിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യത്തെ സംഘാംഗം SKSF സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി OP അഷ്റഫ് സാഹിബ് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷകരമാണ്. അബ്ദുല്ല ഇന്നലെ വൈകിട്ട് കയറി. ഇവിടേക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മാറി. നമ്മൾ ഇതിനു മുൻപ് കേരളത്തിൽ നിന്ന് മാറി എന്ന പദം പ്രയോഗിച്ചത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ഇപ്പോൾ SKSFിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു സമ്മേളനം ഇവിടെ നടക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? മൊത്തം ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും SKSF ഈ ഒരു ദേശീയ സമ്മേളനം ഒരു വ്യത്യസ്തമായ തരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ വൈജ്ഞാനിക, സാംസ്കാരിക, ആത്മീയ മേഖലയിലുള്ള മുന്നേറ്റം, സമസ്ത സാധിച്ചെടുത്ത ആ മുന്നേറ്റം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി പറിച്ചു നടുന്ന ഒരു പ്രക്രിയ സമ്പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ് ഈ ഒരു സമ്മേളനത്തോടു കൂടെ ഉണ്ടാവുക. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ നാഷണൽ കമ്മിറ്റിക്ക് കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എത്ര പേരാണ് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ? 25 പേര്. 25 പേര്. താങ്കൾ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമാണ്. ഇങ്ങനൊരു സമ്മേളനം കൊൽക്കത്തയിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? അൽഹംദുലില്ലാ, പിന്നെ വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ ഇതേമാതിരി ദേശീയ സമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ രൂപത്തിൽ തന്നെയാണ് കൽക്കത്ത സമ്മേളനം കാണുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ഒരു മുന്നേറ്റം ഇതിലൂടെ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. ഈ ചെന്നൈയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലൊക്കെ സംസ്ഥ SKSF സമ്മേളനങ്ങൾ നടത്തി. പക്ഷെ അവിടെ കുറച്ചുകൂടി പ്രവർത്തകരുടെ ആക്സസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കൊൽക്കത്ത അത്രമാത്രമില്ല. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമായിട്ടോ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതൊരു തുടക്കമാണല്ലോ. ഷാദാ തുടക്കത്തിൽ നിന്ന് അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും വലിയൊരു മുന്നേറ്റം ഇതിലൂടെ സൃഷ്ടിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഷാദാ ആ പ്രതീക്ഷ തന്നെയാണ് ഈ സംഘടന പിന്നെ ഇന്ത്യയിൽ പിന്നെ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഷാദാ തങ്ങളുണ്ട്. ട്രഷറർ ഫക്രുദ്ദീൻ തങ്ങൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ തങ്ങൾ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. യാത്രയൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിരുന്നു. വളരെ സന്തോഷമുള്ള യാത്രയായി. പുതിയൊരു ചരിത്രമാണ് കൊൽക്കത്ത. എന്താ തോന്നുന്നത്? കൊൽക്കത്തയിൽ നമ്മൾ വലിയൊരു പ്രതീക്ഷയോട് കൂടെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഡൽഹി സമ്മേളനം സംഘടന ദേശീയ തലത്തിൽ ഒരു വൈത്തിരിവുണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ചെന്നൈയിലും ഇപ്പോൾ ഇവിടെ കൊൽക്കത്തയിലാണ്. പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ നമ്മൾ ഒരു കേരള മോഡൽ ഇസ്ലാമിക ദഅവത്ത് കൂടുതൽ സജീവമാക്കാനുള്ള ഒരു മുന്നേറ്റം ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തോട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതായത് നമ്മുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ തുടർന്ന് നടക്കുമ്പോൾ വലിയ മാറ്റങ്ങളും വലിയ ചർച്ചകളൊക്കെ ഉണ്ടാകും. എന്താണ് എയിം ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതികളോ പ്രോജക്റ്റുകളോ എങ്ങനെ എന്തെങ്കിലും? പ്രധാനമായിട്ടും ഇവിടുത്തെ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഇസ്ലാമിക് കൾച്ചർ കൂടുതൽ രൂപപ്പെടുത്തുക, ഒന്നും കൂടി അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക മതബോധത്തിൽ അവരെ കൂടുതൽ സജ്ജീകരിക്കുക. അതുപോലെ നമ്മുടെ SKSFിൻ്റെ 18 വിങ്ങുകളുണ്ട്. ആ വിങ്ങുകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നമ്മുടെ ഈ ഇവിടെ കൂടെ ദേശീയ തലത്തിൽ സജീവമാക്കാനുള്ള പദ്ധതികൾ ഇപ്പം നിലവിൽ നമ്മുടെ ദേശീയ കമ്മിറ്റി CLC കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി ഇൻഷാ അല്ലാഹ് ഒരു വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിലുണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. ഏതായാലും ഒരുപാട് ഭാരവാഹികൾ ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ ട്രഷറർ അയ്യൂബ് മാഷ് കൂടിയുണ്ട്. അയ്യൂബ് മാഷ് സാധാരണഗതിയിൽ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് എന്നൊക്കെ മാറി ഒരു പാൻറ്റും ഒക്കെ ആയി കൊൽക്കത്തയിൽ വരുമ്പോൾ ഒരു കോട്ട് കൂടി ഇതിൻ്റെ പുറത്ത് ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എങ്ങനെ തോന്നുന്നു ഈ സമ്മേളനത്തിന് ഇവിടെ വരുമ്പോൾ? ഓരോ ദേശീയ സമ്മേളനങ്ങളും വ്യത്യസ്തമാണ്. അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങളും ഈ ദേശീയ സമ്മേളനത്തിനും സംഘടനയ്ക്ക് നൽകാനുണ്ടാവും. എന്തായാലും മാറ്റം ഉണ്ടാവും. ഈ ഡൽഹിയും ചെന്നൈയും അപേക്ഷിച്ച് കൊൽക്കത്തയിലേക്ക് എത്തുമ്പോൾ എന്താണ് എയിം? ഡൽഹിയും ചെന്നൈയും കഴിയുമ്പോൾ അത് ഓരോ മാറ്റങ്ങളാണ്. ശരിക്കും ഓരോ സ്റ്റേറ്റും കഴിയുമ്പം അതിനായി ഇപ്പോൾ കൽക്കത്തയിലാണുള്ളത്. കൽക്കത്ത അറിയുന്നത് ശരിക്കും ഇന്ത്യയുടെ സെൻറ്ററാണ്. ആ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ചെന്നൈയിൽ നടന്ന ദേശീയ സമ്മേളനത്തെക്കാളും പാർട്ടിസിപ്പൻസും അതിൻ്റെ സമാപനവും ഒക്കെ വ്യത്യസ്തമാണ് ഈ കൽക്കത്ത സമ്മേളനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതായത് സമ്മേളനത്തിൻ്റെ പ്രതിനിധി ക്യാമ്പുകളൊക്കെ നടക്കുന്ന മുറക്ക് നമുക്ക് അങ്ങനെ കാണാം. ഒപ്പം
ഏതായാലും സമ്മേളനത്തിൻ്റെ ക്യാമ്പുകളും മറ്റോരോ അവസരങ്ങളും കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ നേതാക്കളുടെ കൂടുതൽ വിശകലനങ്ങളും വിവരണങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ അവർ ഫ്രഷായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ ഇതാ SKSF നാഷണൽ സെക്രട്ടറി അസ്ലം ഫൈസി അവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും വളരെ നല്ല ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ തുടക്കത്തിന് നേതാക്കൾ നേതൃത്വം വഹിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ സമ്മേളനത്തിൻ്റെ കാഴ്ചകളിലേക്ക് വരും മണിക്കൂറുകളിലേക്ക് കടക്കും.